ഇന്ന് വൈകുന്നേരം ഞാനിങ്ങനെ എംപ്ലോയ്മെൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമല്ലോ. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ പുതുക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇപ്പം PED കൊണ്ട് കൊടുത്ത് അതും ഇതും എല്ലാം ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ചിലരെയൊക്കെ ഒരു ടൈം ആകുമ്പോൾ വിളിക്കാറുണ്ട് ജോലിക്ക്. ഞാനിങ്ങനെ എന്ന് വിളിക്കുമോ എന്നുള്ള രീതിയിലിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെയൊക്കെ പത്രത്തിൽ ഉണ്ടായിരുന്നു പിൻവാതിൽ നിയമനം. അതായത് എംപ്ലോയ്മെൻറ്റിൽ അറിയിക്കാതെ, അറിയാമല്ലോ എല്ലായിടവും കാണുമല്ലോ കുറേ എന്താ പറയുക കോഴയും മറ്റു കാര്യങ്ങളും ആശ്രിതരും ഒക്കെ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വല്ല പാർട്ടി നേതാക്കന്മാരുടെ കയ്യും കാലും പിടിച്ചിട്ടും അവരുടെ ബന്ധുക്കളെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തിത്തിരികെ കയറ്റുക, അവർക്കൊരു ഭാഗം ഉണ്ടാക്കുക. ഇത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ഒരു മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു ദേഷ്യമുള്ളൊരു കാര്യം. കുറച്ച് ആളുകളുണ്ട്, അവരാദ്യം വിചാരിക്കും ഒരു 6 മാസത്തേക്കെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, ഒരു താൽക്കാലിക ജോലിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്ര മാസത്തേക്ക് എടുക്കും. ചിലപ്പോൾ അതെന്താണ് നീട്ടിക്കിട്ടും കുറച്ച് വർഷങ്ങൾ, അല്ലെങ്കിൽ ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ ഇതുങ്ങളെല്ലാവരും കൊണ്ട് സംഘടന പോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കിത് നിയമനം തരണം, സ്ഥിര നിയമനമാക്കി തരണം എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിനായിട്ട് ഇറങ്ങും. അങ്ങനെ ഒരു പക്ഷമുണ്ട്. ഇപ്പം ഈ ആശാപ്രവർത്തകർ സമരം ചെയ്യുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം, എൻ്റെ മനസ്സിൽ തോന്നിയത്. ഈ ആശാപ്രവർത്തകർ എന്നത് ഇപ്പം കോവിഡിനൊക്കെ മുമ്പ് വന്നതാണ്. ഇവരെ ആരാണ് നിയമിച്ചത്? എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പാർട്ടിയുടെ ബേസിൽ എങ്ങനെയൊക്കെയോ എന്തായാലും എനിക്കറിയാവുന്നവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പാർട്ടിയുമായി കണക്ഷൻ ഉള്ളവരൊക്കെയാണ് ഈ ആശാപ്രവർത്തകരുടെ രീതിയിൽ പോകുന്നത്. അവർക്കും എല്ലാം എക്സാം ഉണ്ടായിരുന്നോ, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എന്തെങ്കിലും ഇവരെ നിയമിച്ചു. ഇവർക്ക് ഇത്രയേ ഉള്ളൂ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ ഇവർ അറിഞ്ഞുകൊണ്ടാണ് ചേർന്നു. ജോലിയുണ്ട് എന്നുള്ളത് ഇവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും ജോലിക്കും കഷ്ടപ്പാട്, ഇന്ന ജോലിയാണ് ഇവർക്കുള്ളത്. അപ്പം ഇവർക്ക് ഇന്ന് കൊടുക്കുന്ന പൈസയിൽ ജോലി ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. കഷ്ടപ്പെടാൻ തയ്യാറാണ്. മാസം 2000 രൂപയെങ്കിലും 2000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം വേതനം വർദ്ധിപ്പിച്ച് കൊടുക്കണ്ട എന്നുള്ളതല്ല, കൊടുക്കണം. പക്ഷേ അത് ആവശ്യാനുസരണം കൊടുക്കണം. ചിലരുടെ അർഹതയില്ലാത്ത ഒരുപാട് പേര് ഒരുപാട് വേതനം പറ്റുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് പല തസ്തികകളിലും ഇത്രയും വലിയ എമൗണ്ട് ഇവർക്ക് കൊടുക്കണം. ഇത് മാത്രം വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇവർ പെൻഷനാകുമ്പോൾ ഒരു തുക, പിന്നെ പെൻഷൻ ആയിക്കഴിഞ്ഞാൽ മാസം തോറും പെൻഷനും കൊടുക്കണം. ഇതെല്ലാം തന്നെ എവിടുന്ന് എടുത്ത് കൊടുക്കുന്നതാണ്? ഇതെല്ലാം ബാക്കിയുള്ളവരുടെ നിന്ന് വാങ്ങിക്കുന്ന നികുതി തന്നെയാണ് അല്ലേ? ഇപ്പം ഞാനിങ്ങനെ ഇന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്. അതായത് വീട്ടിലെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം, ഒരു ജോലിക്ക് പോലും ശരിയായ രീതിയിൽ പോകാൻ പറ്റുന്നില്ല, അതുപോലുള്ള സാഹചര്യങ്ങളുള്ള വീടുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീടുകളിലുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്കൊരു വരുമാനം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുള്ള കുറേ സേവനങ്ങളൊക്കെ ചെയ്യാൻ ഈ ഗവൺമെൻറ് കുറേ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പഠിച്ച് അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കാരണം അർഹരായിട്ടുള്ളവർ വെറുതെ ഇരിപ്പുണ്ട് ഒരുപാട് പേര്. അത് അവരെ അവിടെ നിർത്തിക്കൊണ്ട് ഉള്ളതിനെതിരെ ഞങ്ങൾക്ക് ഇത് പോരാ, ഇതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനായിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഇത് എത്ര ദിവസമായി പട്ടിണി വരെ കിടക്കുകയാണ്. എന്താകുമെന്നൊന്നും അറിയില്ല. എന്നിട്ട് ഇന്ന് 100 രൂപയെങ്കിലും അവർക്ക് കൂടുതൽ കൊടുക്കണേ എന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ എവിടെയോ ഒരു ഇത് കിടക്കുന്നുണ്ട്. ഞാൻ പാർട്ടിയൊന്നുമില്ല, എനിക്കങ്ങനെ പാർട്ടി എന്ന് കൂടുതലായിട്ടുള്ള വിശ്വാസം ഒക്കെ നമ്മുടെ വേറൊരു തലത്തിലാണ് എൻ്റെത്. അതൊക്കെ വിശ്വസിക്കുന്ന ഒരു കാലമുണ്ട് കൂടുതലായിട്ട്. ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പാർട്ടി എന്നുള്ളത് എല്ലാ പാർട്ടിയും ഒരുപോലെ തന്നെ എന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ആശാപ്രവർത്തകർക്ക് ഇപ്പോൾ എത്ര വരുമാനം ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും അവർ സമരം ചെയ്യുന്നു. എല്ലാവർക്കും ഈ സമരം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അവർക്ക് ജോലി ഉണ്ടായിട്ടല്ല അവർ സമരം ചെയ്തത്. ഒരു ജോലി ഇല്ലാതിരിക്കുന്നത് എന്ത് സമരത്തിന് പോകും? അവരും ജീവിക്കുന്നില്ലേ? പിന്നെ ഇവരുടെ ആവശ്യം എന്താണെന്നുള്ളതും ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റില്ല.
എന്തായാലും ഉള്ളത് എന്തെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം അവർക്കുണ്ട്. ഒന്നുമില്ലാത്ത ഒരവസ്ഥ അതിനെക്കാട്ടും ദയനീയമാണ്. വേറെ ഒന്നും വേണ്ട. വർഷങ്ങളായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് എന്ത് കഷ്ടപ്പെട്ട രീതിയിൽ സമരമുറ സ്വീകരിച്ച കുറേ മനുഷ്യജീവിതങ്ങൾ ഒന്നുമല്ലാതായിട്ട് എല്ലാ നിരാശയുമായിട്ട് ഇനിയൊരു ടെസ്റ്റ് എഴുതാനുള്ള പ്രായം വരെ കഴിഞ്ഞു പോയ ഒരു പിടി ആളുകൾ അവിടെ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഏതായാലും അവർക്കൊപ്പം വരില്ല എന്തായാലും ഇവരുടെ ആരുടെയും സമരം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നാൽ അത് അവരുടെ മനസ്സ്, ഇത് എൻ്റെ മനസ്സെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ.